സ്മാർട്ട് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ശരാശരി എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിൽ നമ്മളൊരു 3 ടൈപ്പ് ചോദ്യങ്ങൾ പഠിച്ചു. ഇത് നമ്മുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? നമ്മുടെ എണ്ണൽ സംഖ്യ, ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ ഇവയുടെ ശരാശരി എങ്ങനെ കാണാം, അവയുടെ വർഗ്ഗങ്ങളുടെ ശരാശരി എങ്ങനെ കാണാം, അവയുടെ ക്യൂബുകളുടെ ശരാശരി എങ്ങനെ കാണാം. ഇങ്ങനെ ഒരു 3 ടൈപ്പ് മാത്രമേ നമ്മളതിൽ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. ഒരു പ്ലസ് ടു ലെവൽ പരീക്ഷയ്ക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മൾ പഠിക്കുന്ന ഈ രണ്ടാമത്തെ പാർട്ട് മുതലുള്ള എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോയെ പറ്റി ഉള്ള അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്സിലുള്ള സംശയങ്ങൾ എന്തായാലും കമൻ്റ് ആയിട്ടും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ടൈപ്പ് 4, നാലാമത്തെ ടൈപ്പ് ചോദ്യം നോക്കി. തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കാണുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട്. നമുക്ക് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക, നമുക്ക് തന്നിരിക്കുന്നത് ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയും ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ട രീതി സെയിം തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വെറും 2 സ്റ്റെപ്പ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ സ്റ്റെപ്പ് വേറൊന്നുമല്ല, തന്നിരിക്കുന്ന എണ്ണത്തിൽ നിന്ന് 1 കുറച്ചെഴുതുക. തന്നിരിക്കുന്ന എണ്ണം ഇവിടെ എത്രയാണ്? 4 അല്ലേ? അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക. എണ്ണം -1, എണ്ണത്തിൽ നിന്ന് 1 കുറയ്ക്കുക. ഇവിടുത്തെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. 4ൽ നിന്ന് 1 കുറയ്ക്കുന്നു. എത്രയാണ്? നമുക്ക് 3 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? രണ്ടാമത്തെ സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് വേറൊന്നുമല്ല, നമ്മളിവിടെ എണ്ണത്തിൽ നിന്ന് 1 കുറച്ച് കിട്ടിയ സംഖ്യയില്ലേ, അത് എത്രയാണോ അത് തന്നിരിക്കുന്ന ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ, കുറച്ചാൽ ചെറിയ സംഖ്യ. നമുക്കിവിടെ തന്നിരിക്കുന്ന ശരാശരി 27 ആണ്. 27നോടൊപ്പം ഈ എണ്ണത്തിൽ നിന്ന് 1 കുറച്ച് 3 കൂട്ടിയാൽ കിട്ടുന്ന എന്താണ്? വലിയ സംഖ്യയായ 30. ശരാശരിയായ 27ൽ നിന്നും 3 കുറച്ചാൽ കിട്ടുന്നതോ? ചെറിയ സംഖ്യയായ 24. കാര്യം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? എണ്ണത്തിൽ നിന്നും 1 കുറച്ചെഴുതുക. എണ്ണത്തിൽ നിന്നും 1 കുറച്ചു. കിട്ടുന്നത് തന്നിരിക്കുന്ന ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ, കുറച്ചാൽ ചെറിയ സംഖ്യ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എങ്കിൽ നമ്മൾ നേരെ അടുത്ത് എങ്ങോട്ട് പോവുകയാണ്? ഒറ്റ സംഖ്യയുടെ കേസിലോട്ട് പോവുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഒറ്റ സംഖ്യയ്ക്കും ഇരട്ട സംഖ്യയ്ക്കും സെയിം മെത്തേഡാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നോക്കി, തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കാണുക. ഇവിടെ ഒറ്റ സംഖ്യകളാണ്. ഒറ്റ സംഖ്യയ്ക്കും ഇരട്ട സംഖ്യയ്ക്കും സെയിം മെത്തേഡാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക. ഇവിടുത്തെ എണ്ണം എത്രയാണ്? 5 ഒറ്റ സംഖ്യകളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 5ൽ നിന്നും 1 കുറയ്ക്കുന്നു. എത്രയാ? 4 എന്ന് നമുക്ക് കിട്ടി. 4 എന്ന് കിട്ടി. എങ്കിൽ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? സെക്കൻഡ് സ്റ്റെപ്പ് വേറൊന്നുമില്ല. സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് എണ്ണത്തിൽ നിന്നും 1 കുറച്ച് കിട്ടുന്നത് ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ, കുറച്ചാൽ ചെറിയ സംഖ്യ. ഇവിടുത്തെ ശരാശരി 25 ആണ്. ആ 25നോട് 4 കൂട്ടിയാൽ എന്ത് കിട്ടുന്നു? വലിയ സംഖ്യ 29. 25ൽ നിന്നും 4 കുറച്ചാൽ എന്ത് കിട്ടുന്നു? 21, ചെറിയ സംഖ്യ. ഓക്കെ അല്ലേ? അപ്പോൾ തുടർച്ചയായ ഇരട്ട സംഖ്യയായാലും ഒറ്റ സംഖ്യയായാലും നമുക്ക് ചെയ്യേണ്ട മെത്തേഡ് ഒന്ന് തന്നെയാണ്. എന്താണ്? തന്നിരിക്കുന്ന എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക. കിട്ടുന്നത് എത്രയാണോ അത് ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ, കുറച്ചാൽ ചെറിയ സംഖ്യ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടേ? ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയും പഠിച്ചു. അങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ട ഒരു സാധനം കൂടെ ഇല്ലേ? എന്താണ്? എണ്ണൽ സംഖ്യ. എണ്ണൽ സംഖ്യ ഇല്ല, നോക്കി, തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 36 ആയാൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കാണുക. അപ്പോൾ നമുക്കിവിടെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്നിട്ടുണ്ട്. തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. നമുക്ക് വലിയ സംഖ്യയും ചെറിയ സംഖ്യയാണ് കാണേണ്ടത്. ഇവിടെ അതായത് എണ്ണൽ സംഖ്യയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പില്ല 3 സ്റ്റെപ്പിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എളുപ്പത്തിൽ. ഫസ്റ്റ് സ്റ്റെപ്പ് വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ്. എന്താ? എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക. എണ്ണം ഇവിടെ 7 അല്ലേ? 7ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 6. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? സെക്കൻഡ് സ്റ്റെപ്പ് വേറൊന്നുമില്ല, എണ്ണത്തിൽ നിന്ന് 1 കുറച്ച് കിട്ടിയതിൻ്റെ പകുതി എടുക്കുക. പകുതി, അതായത് 6ന്റെ പകുതി എത്രയാണ്? 6/2 നമുക്ക് 3 എന്ന് എഴുതാം. ഈ 3 ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ, കുറച്ചാൽ ചെറിയ സംഖ്യ. അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? അപ്പോൾ വേറൊന്നുമില്ല, എണ്ണത്തിൽ നിന്ന് 1 കുറച്ച് കിട്ടുന്നതിൻ്റെ പകുതി ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ, കുറച്ചാൽ ചെറിയ സംഖ്യ. ഇവിടെ ശരാശരി 36 ആണ്. 36നോടൊപ്പം ഈ 3 കൂട്ടിയാൽ 39, വലിയ സംഖ്യ. 36ൽ നിന്നും ആ 3 കുറച്ചാൽ 33, ചെറിയ സംഖ്യ. ഓക്കെ അല്ലേ? അപ്പോൾ തുടർച്ചയായ ഇത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരി തന്നതിന് ശേഷം വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? തന്നിരിക്കുന്ന എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക. എണ്ണത്തിൽ നിന്ന് 1 കുറച്ച് കിട്ടുന്നതിൻ്റെ പകുതി ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ, കുറച്ചാൽ ചെറിയ സംഖ്യ. ഓക്കെ അല്ലേ? അപ്പോൾ ഇരട്ട സംഖ്യയോ ഒറ്റ സംഖ്യയോ ആണെങ്കിൽ ചെയ്യേണ്ട മെത്തേഡ് എന്താ? എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക. നോക്ക്,
ഇരട്ട സംഖ്യ ഓർ ഒറ്റ സംഖ്യ ആണെങ്കിൽ നമ്മുടെ മെത്തേഡ് എന്താ? എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക, എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. കിട്ടുന്നത് എന്താണോ അത് എന്തിനോടൊപ്പം കൂട്ടുക? ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ, കുറച്ചാൽ ചെറിയ സംഖ്യ. ഓക്കെ അല്ലേ? ഇനി എണ്ണൽ സംഖ്യയാണ് തന്നിരിക്കുന്നതെങ്കിൽ, എണ്ണൽ സംഖ്യയാണെങ്കിൽ സെയിം മെത്തേഡ്, എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. ആ കുറച്ച് കിട്ടുന്നതിൻ്റെ പകുതി ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ, കുറച്ചാൽ ചെറിയ സംഖ്യ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഇന്നലെ ഈ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പുസ്തകം മറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചോദ്യം കണ്ടതാണ്. ഈ ഒരു ചോദ്യം ഇത് നമ്മുടെ സമാന്തര ശ്രേണിയിൽ വരുന്ന ചോദ്യമാണ്, പക്ഷേ നമുക്കിത് ശരാശരി എന്ന ടോപ്പിക്കിലും പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. വെറുതെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഈ ഒരു ചോദ്യം നോക്കി. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 450 ആയാൽ 13ാം പദം എത്ര? അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് തന്നിട്ടുണ്ട് ആദ്യത്തെ 25 പദങ്ങളുടെ തുക എത്രയും തന്നിട്ടുണ്ട്, 450 തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അതായത് 25 പദങ്ങളുടെ തുക 450 എന്ന് പറഞ്ഞാൽ S25 ആണ് 450. നമുക്ക് 13ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് T13 എത്രയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ ടോട്ടൽ 25 പദങ്ങളല്ലേ ഉള്ളത്, ടോട്ടൽ 25 പദങ്ങളുണ്ട്. അതിൽ 13ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 25ൽ 13 എന്ന് പറഞ്ഞാൽ നടുക്ക് വരുന്ന സംഖ്യയില്ലേ? ഇവിടെ ഒരു ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും നടുക്ക് വരുന്ന സംഖ്യയായിരിക്കും. അതായത് ഉദാഹരണത്തിന് ഞാനിപ്പോൾ 4, 6, 8, 12, 14 ഈ സംഖ്യ എഴുതി. ഇതിൻ്റെ ശരാശരി എന്തായിരിക്കും? ഇതിൻ്റെ ശരാശരി 8 ആയിരിക്കും. 8 അല്ലേ നടുക്ക് വരുന്ന സംഖ്യ. അതുപോലെ മനസ്സിലാക്കുക, 25 പദങ്ങളുണ്ടെങ്കിൽ അതിൽ 13ാമത്തെ പദം എന്ന് പറയുന്നത് എന്തായിരിക്കും? നടുവിലത്തെ പദമായിരിക്കും. അതായത് നമുക്കിവിടെ ശരാശരിയെ കണ്ടുപിടിക്കേണ്ടത്. അതായത് T13 13ാമത്തെ പദം കണ്ടുപിടിക്കുന്നതും ഇതിൻ്റെ ശരാശരി കണ്ടുപിടിക്കുന്നതും സെയിം തന്നെയാണ്. ഓക്കെ അല്ലേ? ഇവിടെ ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ശരാശരി കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ശരാശരി ഈക്വൽ ടു ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് നമുക്കറിയാം. തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് നമുക്കറിയാം അല്ലേ? ഇവിടെ നോക്കിയേ, 25 പദങ്ങളുടെ തുക 450 തന്നിട്ടുണ്ട്. അതായത് നമുക്കിവിടെ തുകയും ഉണ്ട് എണ്ണവും ഉണ്ട്. തുകയും എണ്ണവും ഉണ്ടെങ്കിൽ ശരാശരി കണ്ടുപിടിച്ചിടാം. എന്ത് ചെയ്താൽ മതി? തുക ബൈ എണ്ണം. അതായത് 450 ഡിവൈഡഡ് ബൈ 25. 25 45 എത്ര വെച്ച് വെട്ടാം? 5 വെച്ച് വെട്ടാം. 5 5 25, 9 5 45. ബാക്കി എന്തുണ്ട്? 90/5. നമുക്ക് എന്തെന്ന് കിട്ടും? 18 നമുക്ക് ഉത്തരം കിട്ടും. ഈ 18ആണ് ശരാശരി. ആ ശരാശരിയാണ് എന്തെന്ന് പറയുന്നത് 13ാമത്തെ പദം. നമുക്ക് 13ാമത്തെ പദം എത്രയെന്ന് എഴുതാം? 18. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ 5ാമത്തെ ടൈപ്പ് നോക്കിയേ, 35, 16, 15, 10, 8, 8, 8, 13 എന്നീ സംഖ്യകളുടെ ശരാശരി കാണുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സീരീസ് തന്നിരുന്നാൽ അല്ലെങ്കിൽ ഒരു സംഖ്യാശ്രേണി അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണി തന്നിരുന്നാൽ അതിൻ്റെ നടുവിലത്തെ പദമായിരിക്കും എപ്പോഴും എന്തെന്ന് പറയുന്നത്? ശരാശരി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നോക്കിയേ, 35, 16, 15, 10, 8 ഇതൊരു സമാന്തര ശ്രേണിയാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് ഇതിൻ്റെ നടുവിലത്തെ പദം നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റത്തില്ല? ശരാശരിയായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, നടുവിലത്തെ പദം ശരാശരി എടുക്കണമെങ്കിൽ അതിൻ്റെ പൊതുവ്യത്യാസം ഈക്വൽ ആയിരിക്കണം. പൊതുവ്യത്യാസം സെയിം ആയിട്ടുള്ള ഏതൊരു സീരീസിൻ്റെയും നടുവിലത്തെ പദമായിരിക്കും എന്ന് പറയുന്നത് ശരാശരി. അല്ലാതെ ഇതുപോലെ നമുക്കൊരു സീരീസ് തന്നിട്ട് അതിൻ്റെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേറൊന്നുമില്ല. നോക്കി, നമുക്കറിയാം ശരാശരി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്, ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ആകെ തുക ഡിവൈഡഡ് ബൈ ആകെ എണ്ണം. ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് എന്തെന്ന് പറയുന്നത് ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുല. അങ്ങനെയാണെങ്കിൽ തുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടാലോ. 35 പ്ലസ് 16 പ്ലസ് 15 പ്ലസ് 10 പ്ലസ് 8 പ്ലസ് 8 പ്ലസ് 13 ഡിവൈഡഡ് ബൈ എണ്ണം. ഇവ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. ഡിവൈഡഡ് ബൈ 7 ഇവിടെ ഈക്വൽ ടു ഇത് കൂട്ടാലോ. 35 15 50 66 76 74 84 90 105 ഡിവൈഡഡ് ബൈ 7. 105നെ 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 105നെ 7 കൊണ്ട് ഹരിച്ചാൽ 10 1 7 ശിഷ്ടം 3 5 7 35. നമുക്ക് 15 നമുക്ക് ഉത്തരം കിട്ടും. ശരാശരി എത്ര കിട്ടി? 15 ഉത്തരം കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ആകെ തുക ഡിവൈഡ് ബൈ എണ്ണം. അതായത് തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടുക, അവയുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞു ശരാശരിയുടെ ഫോർമുല എന്താണ്? ആകെ തുക ഡിവൈഡ് ബൈ എണ്ണമാണ്. ഇനി നമുക്ക് തുകയും ശരാശരിയും തന്നിരുന്നാൽ എണ്ണം കണ്ടുപിടിക്കാം, എണ്ണവും ശരാശരിയും തന്നിരുന്നാൽ തുകയും കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? തുക ഈസ് ഈക്വൽ ടു ആകെ തുക ഈസ് ഈക്വൽ ടു ഇവിടെ ഹരിച്ചിരിക്കുന്ന എണ്ണത്തിനെ സമത്തിനപ്പുറത്തോണ്ട് പോയാൽ ഗുണനമാവും. എന്താവും? ശരാശരി ഗുണം എണ്ണമെന്നാവും അല്ലേ? ശരാശരി ഗുണം എണ്ണമെന്നാവും. അതുപോലെ തന്നെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എണ്ണം കണ്ടുപിടിക്കാൻ എണ്ണം ഈക്വൽ ടു ഇവിടെ ഗുണിച്ചിരിക്കുന്ന ശരാശരി സമത്തിനപ്പുറത്ത് പോകുമ്പോൾ തുക ഡിവൈഡഡ് ബൈ ശരാശരി എന്നാവും. ശരാശരി. ഓക്കെ അല്ലേ? ഈ 3 ഫോർമുലയും പഠിച്ചു വെച്ചേക്കാം. ഓക്കെ അല്ലേ? നമ്മുടെ ടൈപ്പ് 5 രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. രണ്ടാമത്തെ ചോദ്യം,
1നും 10നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ ശരാശരി കാണുക. അപ്പോൾ 1നും 10നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ ശരാശരിയെ കാണേണ്ടത്. അതിന് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? 1നും 10നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. നോക്കി, ആദ്യത്തെ അഭാജ്യ സംഖ്യ ഏതാ? 1 ആണോ? ഒന്നൊരിക്കലും അഭാജ്യ സംഖ്യയല്ല. ആദ്യത്തെ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. അടുത്തത് 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ അടുത്ത അഭാജ്യ സംഖ്യ ഏതാടാ? 11 ആണ്. അത് നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് 1നും 10നും ഇടയിലുള്ളത് മതി. അപ്പോൾ 2, 3, 5, 7 ഇവയുടെ ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവയെല്ലാം കൂടെ കൂട്ടുക. കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഇവയെല്ലാം കൂടെ കൂട്ടുമ്പോൾ 7, 3, 10, 15, 2, 17. 17 ഡിവൈഡഡ് ബൈ ഇവയുടെ എണ്ണം എത്രയാ? 1, 2, 3, 4. 4 കൊണ്ട് ഹരിക്കുന്നു. 17 4 കൊണ്ട് ഹരിക്കാമല്ലോ. 17 ഭാഗം 4. 4, 4, 16. ശിഷ്ടം 1. പോയിന്റ് കൊടുക്കുന്നു. 0 ഇറക്കുന്നു. 2, 4, 8. ശിഷ്ടം 2. പോയിന്റ് ഉള്ളതുകൊണ്ട് ഒരു 0 കൂടെ എടുക്കുന്നു. 5, 4, 20. ശിഷ്ടം 0. ഓക്കെ അല്ലേ? നമ്മുടെ ഉത്തരം 4.25 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഒരു ചോദ്യം കൂടെ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യമാണ്, 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൻ്റെ കണക്കിൻ്റെ ശരാശരി മാർക്ക് 80 ആണ് എങ്കിൽ എല്ലാ കുട്ടികൾക്കും കൂടെ ലഭിച്ച മാർക്ക് എത്ര? അപ്പോൾ എല്ലാ കുട്ടികൾക്കും കൂടെ ലഭിച്ച മാർക്ക് എന്ന് പറഞ്ഞാൽ ആകെ മാർക്കിൻ്റെ തുകയാണ് നമുക്ക് കാണേണ്ടത്. അതായത് ആകെ തുകയാണ് നമുക്ക് കാണേണ്ടത്. ആകെ തുക നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതേ ഉള്ളൂ. ആകെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താടാ? ആകെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ശരാശരി ഗുണം എണ്ണമാണ് എന്തെന്ന് പറയുന്നത് ആകെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല. 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ, അതായത് നമുക്ക് എണ്ണം തന്നിട്ടുണ്ട്, കണക്കിൻ്റെ ശരാശരി മാർക്ക് 80 എന്നും തന്നിട്ടുണ്ട്, നമുക്ക് ശരാശരി തന്നിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? ശരാശരി എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് ശരാശരിയായ 80 ഗുണം കുട്ടികളുടെ എണ്ണമായ 40 ചെയ്യുമ്പോൾ 8 ഗുണം 4 എത്രയാ? 4, 8, 32. 2 0 കൂടി ചേർക്കുമ്പോൾ 3200 അവരുടെ ആകെ മാർക്കിൻ്റെ തുക എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കിയാലോ? ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഒരു കുട്ടിക്ക് പല വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെ തുക 375. അവൻ്റെ ശരാശരി മാർക്ക് 75 ആകെ വിഷയങ്ങളുടെ എണ്ണം എത്ര? അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മാർക്കിൻ്റെ തുക തന്നിട്ടുണ്ട്. തുക എത്രയാണ് തന്നിട്ടുണ്ട്? തുക ഈക്വൽ ടു എത്രയാ? 375. തുക 375 തന്നിട്ടുണ്ട്. അവൻ്റെ മാർക്കിൻ്റെ എല്ലാ വിഷയങ്ങളുടെയും കൂടെയുള്ള മാർക്കിൻ്റെ തുക 375 തന്നിട്ടുണ്ട്. കൂടാതെ അവൻ്റെ ശരാശരി മാർക്ക് തന്നിട്ടുണ്ട്. ശരാശരി മാർക്ക് എത്രയാ? 75. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആകെ വിഷയങ്ങളുടെ എണ്ണം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എടാ, എണ്ണം, അതായത് തുകയും ശരാശരിയും തന്നിട്ടുണ്ടെങ്കിൽ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ചു മുമ്പ് ഒരു ഫോർമുല പഠിച്ചില്ലേ? എന്താണ്? തന്നിരിക്കുന്ന തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. തന്നിരിക്കുന്ന തുകയെ ശരാശരി കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എണ്ണം കിട്ടും. തന്നിരിക്കുന്ന തുക എത്രയാണോ അതിനെ ശരാശരി കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എണ്ണം കിട്ടും. തുക ഇവിടെ 375 ശരാശരി 75 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? 25 വെച്ച് ഒട്ടിക്കൂടെ? 25 വെച്ച് ഒട്ടുമ്പോൾ 3, 25, 75. 4, 8, 12, 3, 15, 25 375. ബാക്കി എന്തുണ്ട്? 15 ഭാഗം 3. 5, 3, 15. അപ്പോൾ ആകെ വിഷയങ്ങളുടെ എണ്ണം എത്രയാണ്? ആകെ വിഷയങ്ങളുടെ എണ്ണം 5. ഓക്കെ അല്ലേ? അപ്പോൾ മറക്കരുത്, നമുക്ക് ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുലയുണ്ട്. ആ ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുലയിൽ നിന്ന് തന്നെ തുകയും കണ്ടുപിടിക്കാൻ പറ്റും, എണ്ണവും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ടൈപ്പ് ഓക്കെ അല്ലേ? ടൈപ്പ് 5 ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടൈപ്പ് 5 നമുക്ക് ഒരൊറ്റ ചോദ്യം കൂടെ നോക്കിയിട്ട് നമുക്ക് ടൈപ്പ് 5 നിർത്താം. അപ്പോൾ ടൈപ്പ് 5 അവസാനത്തെ ചോദ്യമാണ്. നോക്കി, 23, 25, 20, 22, K, 24 എന്നീ സംഖ്യകളുടെ ശരാശരി 23 കെയുടെ വില കാണുക. അപ്പോൾ നമുക്കിവിടെ ഒരു കെയുടെ വില കാണണം. എന്ത് ചെയ്താൽ മതി? നമുക്കിവിടെ ഈ 1, 2, 3, 4, 5, 6 ഈ സംഖ്യകളുടെ ശരാശരി 23 തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ശരാശരി ഈക്വൽ ടു ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് നമുക്കറിയാം. ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് എന്തെന്ന് പറയുന്നത് ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഓക്കെ അല്ലേ? ഇവിടെ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആകെ തുക എത്ര എന്തെന്ന്? ആകെ തുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടാലോ നമുക്ക്. 23 പ്ലസ് 25 പ്ലസ് 20 പ്ലസ് 22 പ്ലസ് കെ പ്ലസ് 24 ഡിവൈഡഡ് ബൈ എണ്ണം എത്രയാ? 1, 2, 3, 4, 5, 6 ഈക്വൽ ടു നമുക്ക് ശരാശരി ഇവിടെ 23 തന്നിട്ടുണ്ട് അല്ലേ? ആ 23 നമ്മളടുത്ത് എഴുതുന്നു. ഓക്കെ അല്ലേ? ഇനി ഇതെല്ലാം കൂടെ കൂട്ടാലോ. 20, 40, 45, 3, 48, 58, 68, 2, 70, 80, 90, 100, 114. അപ്പോൾ 114 പ്ലസ് ഒരു കെയും കൂടി ഉണ്ട്. കെ ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു എത്ര എന്നുണ്ട്? 23 എന്നുണ്ട്. ഓക്കെ അല്ലേ? 23 എന്നുണ്ട്. 23 ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 114 പ്ലസ് കെ ഈക്വൽ ടു ഹരിച്ചിരിക്കുന്ന 6നെ സമത്തിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 23 ഗുണം 6 എന്നാവുന്നു. ഓക്കെ അല്ലേ? ഇനി കെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 23 ഗുണം 6 എത്രയാടാ? 10, 60, 120,
120, 138. 138 ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് 23 ഗുണം 6 ചെയ്താൽ 138 ഉണ്ട്. ഈ പ്ലസ് 114, അതായത് കെയിനോടൊപ്പം കൂട്ടിയിരിക്കുന്ന 114 സമത്തിനപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ പ്ലസ് സമത്തിനപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവുന്നു. മൈനസ് 114 ആവുന്നു. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ 138 114 കുറച്ചാൽ 24 34 438. നമ്മുടെ ഉത്തരം എത്ര എന്ന് കിട്ടും? 24 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറയാം. ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുല ആകെ തുക ബൈ എണ്ണമാണ്. ഇതെല്ലാം കൂടെ കൂട്ടി അതിൻ്റെ എണ്ണമായ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശരാശരിയായി 23 നമുക്ക് കിട്ടുമെന്ന് ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 114 പ്ലസ് കെയും കൂടെ ഉണ്ട്. ഡിവൈഡ് ബൈ എണ്ണമായ 6 ഈക്വൽ ടു ശരാശരിയായി 23. അതിൽ നിന്നും 114 കെ ഈക്വൽ ടു ഇവിടെ ഹരിച്ചിരിക്കുന്ന 6 സമത്തിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഗുണം 6 ആവുന്നു. 23 ഗുണം 6 ചെയ്യുമ്പോൾ നമുക്ക് 138 എന്ന് കിട്ടും. അതിനുശേഷം കെ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ കൂട്ടിയിരിക്കുന്ന 114 സമത്തിനപ്പുറത്തുകൊണ്ട് പോകുമ്പോൾ 138 മൈനസ് 114 ആവുന്നു. ഈക്വൽ ടു നമ്മുടെ ഉത്തരം 24 എന്ന് കിട്ടുന്നു. ഓക്കെ അല്ലേ? ഇവിടെ 5ാമത്തെ ടൈപ്പ് ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ 6ാമത്തെ ടൈപ്പിലോട്ട് പോവുകയാണെ. 6ാമത്തെ ടൈപ്പ് ചോദ്യം നോക്കി. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി മാർക്ക് 30, ബാക്കിയുള്ള 30 കുട്ടികളുടെ ശരാശരി മാർക്ക് 40 എങ്കിൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ ശരാശരി മാർക്ക് എത്ര? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ആകെ കുട്ടികളുടെ ശരാശരി മാർക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുണ്ട് 10 കുട്ടികളുടെ ശരാശരി മാർക്ക് 30. നമുക്കെടുത്ത് എഴുതാം. 10 കുട്ടികളുടെ ശരാശരി മാർക്ക് എത്രയാ? 30 ആണോ തന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ ബാക്കിയുള്ള 30 കുട്ടികളുടെ ശരാശരി 40. ബാക്കിയുള്ള 30 കുട്ടികളുടെ ശരാശരി എത്രയെന്ന് പറയുന്നുണ്ട്? 40 എന്ന് പറയുന്നുണ്ട് അല്ലേ? 10 കുട്ടികളുടെ ശരാശരി 30 ആണ്. ബാക്കിയുള്ള 30 കുട്ടികളുടെ ശരാശരി 40 ആണ്. ഇവിടെ നമുക്കിവിടെ ശരാശരിയും ഉണ്ട്, എണ്ണവും ഉണ്ട്. ഇവിടെ ശരാശരി എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? തുക കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ശരാശരി ഗുണം എണ്ണം ചെയ്താൽ മതി. ശരാശരി ഗുണം എണ്ണം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? തുക കിട്ടും. അങ്ങനെയാണെങ്കിൽ 10 കുട്ടികളുടെ ശരാശരി 30 ആണെങ്കിൽ ആ 10 കുട്ടികളുടെ മാർക്കിന്റെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 10 ഗുണം 30 ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? 300 എന്ന് കിട്ടും അല്ലേ? അതുപോലെ 30 കുട്ടികളുടെ ശരാശരി മാർക്ക് 40. അങ്ങനെയാണെങ്കിൽ ആ 30 കുട്ടികളുടെ മാർക്കിന്റെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 30 × 40 ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 4 3 12 2 0. ഓക്കെ അല്ലേ? അപ്പോൾ 30 കുട്ടികളുടെ മാർക്കിന്റെ ആകെ മാർക്ക് 1200 ആണ്. 10 കുട്ടികളുടെ ആകെ മാർക്ക് 300 ആണ്. അത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 1200 പ്ലസ് 300 ചെയ്താൽ 1500. ഇതാണ് എന്തെന്ന് പറയുന്നത്? ആകെ തുക, അതായത് ആകെ തുക. അതുപോലെ ആദ്യം ഒരു 10 കുട്ടികളുണ്ട്, പിന്നെ ഒരു 30 കുട്ടികളുണ്ട്. അപ്പോൾ ടോട്ടൽ കുട്ടികളുടെ എണ്ണം എത്രയാണ്? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ? 30 + 10 എത്രയാ? 40. അപ്പോൾ നമുക്കിവിടെ കിട്ടി 40 കുട്ടികളുടെ എന്താ? 40 കുട്ടികളുടെ മാർക്കിന്റെ തുക നമുക്കിവിടെ 1500 എന്ന് കിട്ടി. 40 കുട്ടികളുടെ മാർക്കിന്റെ തുക 1500 എന്ന് കിട്ടി. അതായത് നമുക്ക് തുക ഇവിടെ 40 കുട്ടികളുടെ 1500 എന്നുണ്ട്, കുട്ടികളുടെ എണ്ണം 40 എന്നുണ്ട്. നമുക്ക് ആകെ കുട്ടികളുടെ ശരാശരി മാർക്കല്ലേ കാണേണ്ടത്? ആകെ കുട്ടികളുടെ എണ്ണവും ആകെ കുട്ടികളുടെ മാർക്കിന്റെ തുകയും ഉണ്ടെങ്കിൽ ആ ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ശരാശരി ഈക്വൽ ടു ആകെ തുക ഡിവൈഡ് ബൈ എണ്ണമല്ലേ? തുക ബൈ എണ്ണമാണ് ശരാശരി. എന്ത് ചെയ്താൽ മതി? തുകയും എണ്ണവും നമുക്കില്ലേടാ. ഇപ്പം തുക 1500 ആണ്, ഡിവൈഡ് ബൈ എണ്ണം 40 ആണ്. ചെയ്യുമ്പോൾ 0 0 വെട്ടാം. 150 ഭാഗം 4 ചെയ്യുമ്പോൾ 3 × 4 12. ശിഷ്ടം 3 0 ഇറക്കുന്നു. 7 × 4 28. ശിഷ്ടം 2 പോയിന്റ് കൊടുക്കുന്നു, 0 ഇറക്കുന്നു. 5 4 20. ശിഷ്ടം 0. നമ്മുടെ ഉത്തരം എത്രയാ? 37.5 ആണ് ശരാശരി മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ചെയ്തത് മനസ്സിലായോ? അതായത് പറയുന്നുണ്ട് ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുടെ ശരാശരി മാർക്ക് 30 എന്ന് പറയുന്നുണ്ട്. 10 കുട്ടികളുടെ ശരാശരി 30 ആണെങ്കിൽ അവരുടെ തുക എന്ന് പറയുന്നത് 10 × 30 എത്രയാ? 300. അതെങ്ങനെയാവുന്നേ? തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല ശരാശരി ഗുണം എണ്ണമാണ്, നമുക്കറിയാം അല്ലേ? അതുപോലെ 30 കുട്ടികളുടെ ശരാശരി 40 തന്നിട്ടുണ്ട് എങ്കിൽ ആ 30 കുട്ടികളുടെ മാർക്കിന്റെ തുക 30 × 40 1200 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാ? ആദ്യത്തെ 10ഉം അടുത്ത 30ഉം ടോട്ടൽ 40 കുട്ടികളുണ്ട്. ആ 40 കുട്ടികളുടെ മാർക്കിന്റെ തുക എത്രയാ? ആദ്യത്തെ 10 കുട്ടികളുടെ മാർക്കിന്റെ തുകയായ 300 പ്ലസ് രണ്ടാമത്തെ 30 കുട്ടികളുടെ തുകയായ മാർക്കിന്റെ തുകയായ 1200. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1500 എന്ന് കിട്ടി. അതായത് 40 കുട്ടികളുടെ മാർക്കിന്റെ തുക 1500 എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തുക ഡിവൈഡ് ബൈ എണ്ണം ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 37.5 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം, അപ്പോൾ ക്ലിയർ ആവുകയെ. ഒന്നോ രണ്ടോ ചോദ്യം കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം നോക്കി. ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ 20 പേരുടെ ശരാശരി ഭാരം 55 കിലോഗ്രാം. ബാക്കിയുള്ള 30 പേരുടെ ശരാശരി ഭാരം. ബാക്കിയുള്ള 30 പേരുടെ ശരാശരി ഭാരം 70 കിലോഗ്രാം എങ്കിൽ ആ ഗ്രൂപ്പിലെ മുഴുവൻ ആളുകളുടെ ശരാശരി ഭാരം എത്ര? നേരത്തെ പോലത്തെ സെയിം ചോദ്യം തന്നെയാണ്. നോക്കി, ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ 20 പേരുടെ ശരാശരി ഭാരം എത്ര തന്നിട്ടുണ്ട്? നമുക്ക് 55 കിലോഗ്രാം തന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ ബാക്കിയുള്ള 30 പേരുടെ ശരാശരി ഭാരം എത്ര തന്നിട്ടുണ്ട്? 70 കിലോഗ്രാം തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ ഗ്രൂപ്പിലെ മുഴുവൻ ആളുകളുടെ ശരാശരി ഭാരം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? ആദ്യം 20 പേരുടെ ശരാശരി ഭാരം 55 എന്നുണ്ടെങ്കിൽ അവരുടെ ഭാരങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 20 പേരുടെ ഭാരങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ 20 ഗുണം 55. 20 ഗുണം 55 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1100 കിട്ടും അല്ലേ? 1100 കിട്ടും. അതുപോലെ 30 പേരുടെ ശരാശരി ഭാരം 70 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 30 പേരുടെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 30 ഗുണം 70 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 274 3 21 2 0 കൂടെ കൊടുക്കുമ്പോൾ 2100 കിട്ടും. അപ്പം 20 പേരുടെ തുക നമുക്ക് 1100 ഉണ്ട്, 30 പേരുടെ തുക 2100 ഉണ്ട്. എങ്കിൽ ആകെ ടോട്ടൽ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 2100 പ്ലസ് 1100 അല്ലേ? എത്രയാ? 3200 ആണ് ആകെ തുക. അതുപോലെ തന്നെ ഇവിടുത്തെ ആകെ എണ്ണം എത്രയാ? ആദ്യത്തെ 20 പേര്, രണ്ടാമത്തെ 30 പേര്, ടോട്ടൽ 50 പേര്. ഈ 50 പേരുടെ ഭാരങ്ങളുടെ തുകയാണ് എത്ര എന്ന് പറയുന്നത്? 3200 എന്ന് പറയുന്നത് അല്ലേ? 50 പേരുടെ തുക 3200 എന്നുണ്ടെങ്കിൽ അവരുടെ ശരാശരി കണ്ടുപിടിക്കാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തുക ഡിവൈഡഡ് ബൈ എണ്ണം, അതായത് സം ഡിവൈഡഡ് ബൈ എൻ, എഫ് ഡിവൈഡഡ് ബൈ എൻ എന്ന് കൊടുക്കാം നമുക്ക്. ഈക്വൽ ടു തുക 3200 ആണ്, 3200 ഡിവൈഡഡ് ബൈ എണ്ണമായ 50. 0 0 ക്യാൻസൽ ചെയ്യുന്നു, 0 0 ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എന്തുണ്ട്? ഈക്വൽ ടു 320 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു, ഇവിടെ 32 എത്ര 5 ഉണ്ടാ? 6 5 30, ശിഷ്ടം 2. 20 എത്ര 5 ഉണ്ട്? 4 5 20. നമ്മുടെ ഉത്തരം എത്രയാ? 64 കിലോഗ്രാം ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ ടൈപ്പ് ഓക്കെ അല്ലേടാ? അപ്പോൾ നമ്മൾ നമ്മുടെ 7ാമത്തെ ടൈപ്പിലോട്ട് എത്തി. 7ാമത്തെ ടൈപ്പ് ചോദ്യം നോക്കി. 15 സംഖ്യകളുടെ ശരാശരി 18 ആണ്. ഓരോ സംഖ്യയുടെയും കൂടെ 3 കൂട്ടിയാൽ പുതിയ ശരാശരി എന്ത്? അപ്പോൾ ഇവിടെ 15 സംഖ്യകളുടെ ശരാശരി 18 തന്നിട്ടുണ്ട്. ഓരോ സംഖ്യയുടെയും കൂടെ 3 കൂടുന്നുണ്ട്. അതായത് ഈ 15 സംഖ്യകളുടെ കൂടെ എത്ര വെച്ച് കൂടുന്നുണ്ട്? 3 വെച്ച് കൂടുന്നുണ്ട്. ഇവിടെ അങ്ങനെയാണെങ്കിൽ പുതിയ ശരാശരി കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. അതായത് നമ്മൾ ചോദ്യം കൃത്യമായി മനസ്സിലാക്കുക. ഇത്ര സംഖ്യകളുടെ ശരാശരി തന്നതിന് ശേഷം ഓരോ സംഖ്യയോടൊപ്പം, അതായത് എല്ലാ സംഖ്യയോടൊപ്പവും ഒരു നിശ്ചിത സംഖ്യ കൂടുന്നുണ്ടെങ്കിൽ അവിടുത്തെ പുതിയ ശരാശരി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന പഴയ ശരാശരി ഉണ്ടല്ലോ, ആ പഴയ ശരാശരിയുടെ കൂടെ എത്രയാണോ കൂടുന്നത് അത് കൂട്ടി വെച്ചാൽ മതി. 18നോടൊപ്പം 3 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 21 നമുക്ക് ഉത്തരം കിട്ടും. അത് തന്നെയാണ് ഉത്തരം. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ അല്ലേ? കൃത്യമായി മനസ്സിലാക്കുക. നമുക്ക് എത്രയോ സംഖ്യകളുടെ ശരാശരി ഇത്ര തന്നിട്ടുണ്ട്. എന്നിട്ട് ഓരോ സംഖ്യയുടെയും കൂടെ ഒരു നിശ്ചിത സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. എല്ലാ സംഖ്യയോടൊപ്പം ആ നിശ്ചിത സംഖ്യ കൂടുമെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ. ഓക്കെ അല്ലേ? ഇവിടെ നോക്കി, ഓരോ സംഖ്യയുടെയും കൂടെ 3 കൂടുന്നുണ്ട്. എല്ലാ സംഖ്യയോടൊപ്പം എത്ര കൂടുന്നുണ്ട്? 3 കൂടുന്നുണ്ട്. എങ്കിൽ പുതിയ ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എങ്കിൽ പുതിയ ശരാശരി കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്ന പഴയ ശരാശരിയോടൊപ്പം എന്ത് കൂട്ടിയാൽ മതി? തന്നിരിക്കുന്ന എത്രയാണോ കൂടിക്കൊണ്ടിരിക്കുന്നത് അത് കൂട്ടിയാൽ മതി. ഓക്കെ അല്ലേ? ഒരു ചോദ്യം കൂടെ നോക്കാം. 20 സംഖ്യകളുടെ ശരാശരി 31 ആണ്. ഓരോ സംഖ്യയിൽ നിന്നും 8 കുറച്ചാൽ പുതിയ ശരാശരി എത്ര? അപ്പോൾ ഇവിടെ 20 സംഖ്യകളുടെ ശരാശരി 31 തന്നിട്ടുണ്ട്. ഇവിടെ ഓരോ സംഖ്യയിൽ നിന്നും 8 കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഓരോ സംഖ്യയിൽ നിന്നും 3 കൂട്ടിയാൽ എന്തെന്ന് പഠിച്ചു? തന്നിരിക്കുന്ന പഴയ ശരാശരിയോടൊപ്പം എന്ത് കൂട്ടിയാമെന്ന് പറഞ്ഞു? ആ 3 കൂട്ടിയാൽ എന്ന് പറഞ്ഞു. ഇവിടെ ഓരോ സംഖ്യയോടൊപ്പം 8 കുറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന പഴയ ശരാശരിയായ 31 നിന്നും ആ 8 അങ്ങ് കുറച്ചാൽ മതി. 31 8 കുറച്ചാൽ 23 നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക. നമുക്ക് ഇത്ര സംഖ്യകളുടെ ശരാശരി ഇത്ര തന്നിട്ട് ഓരോ സംഖ്യയിൽ നിന്നും ഒരു പർട്ടിക്കുലർ സംഖ്യ അല്ലെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ കൂടുന്നുണ്ട്. അതിനുശേഷം പുതിയ ശരാശരി ചോദിച്ചാൽ ആ സംഖ്യ എത്രയാണോ കൂടുന്നത് അത് പഴയ ശരാശരിയോടൊപ്പം കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി. ഇനി ഒരു നിശ്ചിത സംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് എല്ലാ സംഖ്യയിൽ നിന്നും ഒരു നിശ്ചിത സംഖ്യ കുറയുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ പഴയ ശരാശരിയിൽ നിന്നും ആ നിശ്ചിത സംഖ്യ കുറച്ചാൽ എന്തായി? നമ്മുടെ ഉത്തരമായി. ഇനി ഇത് PSC ഒരു തവണ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കി, ഒരു കുടുംബത്തിലെ 7 അംഗങ്ങളുടെ ശരാശരി വയസ്സ് 25 ആണ്. എങ്കിൽ 5 വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ശരാശരി വയസ്സ് എത്ര? ഇവിടെ നോക്കി, ഒരു കുടുംബത്തിലെ 7 അംഗങ്ങളുടെ ശരാശരി വയസ്സ് 25 തന്നിട്ടുണ്ട്. 5 വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ശരാശരി വയസ്സിലെ കാണുന്നത് 5 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടുപിടിക്കേണ്ടത്. 5 വർഷങ്ങൾക്ക് ശേഷം നോക്കി, ഇവിടെ 5 വർഷം കഴിയുമ്പോൾ എല്ലാ അംഗത്തിനും ഓരോ വയസ്സ് വെച്ച് കൂടത്തില്ലേ? ഇപ്പം നിങ്ങൾ വിചാരിക്കാം, നിങ്ങളുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനുണ്ട്, നിങ്ങളുടെ അമ്മയുണ്ട്. 5 വർഷം കഴിയുമ്പോൾ നിനക്ക് മാത്രമല്ലല്ലോ 5 വയസ്സ് കൂടുന്നത്, നിന്റെ അച്ഛനും 5 വയസ്സ് കൂടും, നിന്റെ അമ്മയ്ക്കും 5 വയസ്സ് കൂടും അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു നിശ്ചിത സംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്താൽ പോരെ? അതായത് 7 അംഗങ്ങൾക്കും 5 വർഷം കൂടുമ്പോൾ 5 വയസ്സ് വീതം കൂടിക്കൊണ്ടിരിക്കുകയല്ലടാ. അതായത് ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ വയസ്സ് വീതം കൂടി 5 വർഷം കഴിയുമ്പോൾ 5 വയസ്സ് എല്ലാവർക്കും കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ
7 അംഗങ്ങൾക്കും 5 വയസ്സ് വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പഴയ ശരാശരിയായ 25നോടൊപ്പം ആ 5 അങ്ങ് കൂട്ടിയാൽ മതി. 25 + 5 എത്രയാ? 30 നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? ഇവിടെ കുടുംബത്തിൽ 7 അംഗങ്ങളുടെ ശരാശരി വയസ്സ് 25 5 വർഷങ്ങൾക്ക് ശേഷം, അതായത് 5 വർഷങ്ങൾക്ക് ശേഷം 7 അംഗങ്ങൾക്കും എത്ര വയസ്സ് കൂടും? 5 വയസ്സ് കൂടും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു നിശ്ചിത സംഖ്യ എല്ലാവർക്കും കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? പഴയ ശരാശരിയോടൊപ്പം ആ നിശ്ചിത സംഖ്യ കൂട്ടി വെച്ചാൽ മതി. ഇനി കുറയുകയാണെങ്കിൽ പഴയ ശരാശരിയിൽ നിന്നും ആ നിശ്ചിത സംഖ്യ കുറച്ചാൽ മതി. ഓക്കെ അല്ലേ? നമ്മുടെ 7ാമത്തെ ടൈപ്പ് ഓക്കെ അല്ലേ? എങ്കിൽ നമ്മൾ നേരെ 8ാമത്തെ ടൈപ്പിലോട്ട് പോവുകയാണേ. 8ാമത്തെ ടൈപ്പ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം കുറച്ച് ലെങ്തി ചോദ്യമാണെങ്കിലും ഉത്തരം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ചോദ്യം നോക്കി. ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 68 മലയാളത്തിന് 10 മാർക്കും കണക്കിന് 6 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നുവെങ്കിൽ ശരാശരി 70 ആകുമായിരുന്നു. എങ്കിൽ എത്ര വിഷയങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടായിരുന്നത്? അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്കുണ്ടായിരുന്ന വിഷയങ്ങൾ എത്ര എണ്ണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്? വിഷയങ്ങൾ എണ്ണം. വിഷയങ്ങൾ പരീക്ഷയ്ക്ക് എത്ര വിഷയങ്ങളെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ അതിന് വേറൊന്നും ചെയ്യണ്ട. ഇവിടെ നോക്കി, മലയാളത്തിന് 10 മാർക്കും കണക്കിന് 6 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ, അപ്പോൾ അവിടെ കൂടുതൽ കിട്ടേണ്ടിയിരുന്ന മാർക്ക് എത്രയാടാ? മലയാളത്തിൻ്റെ 10 മാർക്കും പിന്നെ കണക്കിൻ്റെ ഒരു 6 മാർക്കും. 10 + 6 എത്രയാ? 16 മാർക്ക് കൂടുതൽ കിട്ടണമായിരുന്നു. ആ 16 നമ്മളെടുത്ത് എഴുതുന്നു. ആ 16 ഡിവൈഡഡ് ബൈ ആദ്യത്തെ ശരാശരിയിൽ നിന്നും എത്ര ശരാശരിയാണ് കൂടിയത് നോക്കുക. ആദ്യം ശരാശരി 68 അതിൽ നിന്നും ശരാശരി, അതായത് ഈ 16 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 70 ആകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 68ൽ നിന്നും 70 ആകുമായിരുന്നു. 68ൽ നിന്നും 70 ആകണമെങ്കിൽ എത്ര കൂടണം? +2 കൂടണ്ടേടാ. 2 കൂടണം. ആ 2 കൊണ്ട് ഈ നമ്മുടെ കൂടേണ്ട മാർക്കിനെ ഡിവൈഡ് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. നമ്മുടെ ഉത്തരമായി 8 വിഷയങ്ങളാണ് ആകെ പരീക്ഷയ്ക്കുണ്ടായിരുന്നത്. അപ്പോൾ കൂടേണ്ട മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി ചെയ്താൽ നമുക്കിതിൻ്റെ ഉത്തരം സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നോക്കി, ഇവിടെ പറയുന്നുണ്ട് ഒരു പരീക്ഷയിൽ കുട്ടിയുടെ ശരാശരി മാർക്ക് 68 തന്നിട്ടുണ്ട്. ഓക്കെ, മലയാളത്തിന് 10 മാർക്കും കണക്കിന് 6 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ, അപ്പോൾ കൂടുതൽ കിട്ടേണ്ട മാർക്ക് അല്ലെങ്കിൽ കൂടേണ്ട മാർക്ക് എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ 10 മാർക്കും മാത്സിൻ്റെ 10 മാർക്കും രണ്ടും കൂടെ കൂട്ടിയാൽ ടോട്ടൽ 16 മാർക്കാണ് ആ കുട്ടിക്ക് കൂടേണ്ടത്. ഓക്കെ അല്ലേ? കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 70 ആകുമായിരുന്നു. അപ്പോൾ ശരാശരി 68 ശരാശരി 70 ആവേണ്ടത്. അപ്പോൾ അവരുടെ വ്യത്യാസം എത്രയാ? 2. അപ്പോൾ കൂടേണ്ട ശരാശരി എത്ര, അല്ലെങ്കിൽ കൂടിയ ശരാശരി എത്രയാ? 2. അപ്പോൾ കൂടേണ്ട മാർക്കായ 16 ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരിയായ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആകെ വിഷയങ്ങളുടെ എണ്ണമായ 8 കിട്ടി. ഓക്കെ അല്ലേ? നമുക്കൊരു ചോദ്യം കൂടെ ചെയ്യാം, അപ്പോൾ ക്ലിയർ ആവും. നോക്കി, ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 59, മലയാളത്തിന് 3 മാർക്കും ഇംഗ്ലീഷിന് 7 മാർക്കും കണക്കിന് 6 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നുവെങ്കിൽ ശരാശരി 63 ആകുമായിരുന്നു. എങ്കിൽ എത്ര വിഷയങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടായിരുന്നത്? അപ്പോൾ ഒരു പരീക്ഷയിൽ കുട്ടിയുടെ ശരാശരി മാർക്ക് 59 തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? മലയാളത്തിന് 3 മാർക്കും ഇംഗ്ലീഷിന് 7 മാർക്കും കണക്കിന് 6 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 63 ആകുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കൂടേണ്ട മാർക്ക് എത്രയാ? മലയാളത്തിൻ്റെ 3 മാർക്ക്, ഇംഗ്ലീഷിൻ്റെ 7 മാർക്ക്, കണക്കിൻ്റെ 6 മാർക്ക്. ഈ 3 മാർക്കല്ലേ അവിടെ കൂടേണ്ടത്. അപ്പോൾ 7 3 10 6 16 മാർക്ക് ടോട്ടൽ അവൻ എന്ത് ചെയ്യണം? കൂടണം. 16 മാർക്ക് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി എത്രയാകുമായിരുന്നു? 63 ആകുമായിരുന്നു. അതായത് 59 ശരാശരി 63 ആകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര കൂടണം? +4 അല്ലേടാ? 4 കൂടണം. അപ്പോൾ ഇവിടെ കൂടിയ മാർക്ക് 16 ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരിയായ 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വിഷയങ്ങളുടെ എണ്ണം കിട്ടും. 16നെ 4 കൊണ്ട് ഹരിച്ചാൽ 4 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? ഈ ടൈപ്പ് ഓക്കെ അല്ലേടാ? അപ്പോൾ നമുക്കിങ്ങനെ ആദ്യം ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് ഇത്ര തന്നിരിക്കും. അതിനുശേഷം ഈ പർട്ടിക്കുലർ വിഷയങ്ങൾക്ക് ഇത്ര മാർക്ക് കൂടിയിരുന്നെങ്കിൽ ശരാശരി കൂടുമായിരുന്നു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വിഷയങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? കൂടേണ്ട മാർക്ക്, ഇനി അതൊരു ഫോർമുല രൂപത്തിൽ എഴുതിയാൽ കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി എന്ന ഫോർമുല ഉപയോഗിച്ച് സിമ്പിളായിട്ട് അങ്ങ് കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ അല്ലേ? കൂടിയ മാർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ, മലയാളത്തിന് 3, ഇംഗ്ലീഷിന് 7, കണക്കിന് 6, ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 16. ഇനി കൂടിയ ശരാശരി എന്ന് പറയുമ്പോൾ ആദ്യം 59 ആയിരുന്നു. ഈ 3 വിഷയങ്ങൾക്കും ഇത്ര മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 63 ആയേനെ. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും കൂടിയ ശരാശരി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ +4 അതിന് കൂടിയ മാർക്കായ 16/4 ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം 4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ 8ാമത്തെ ടൈപ്പ് ഓക്കെ അല്ലേടാ? നമ്മൾ നേരെ 9ാമത്തെ ടൈപ്പിലോട്ട് പോവുകയാണേ. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി മാർക്ക് 18. അതിൽ 46 മാർക്കുള്ള ഒരു കുട്ടിയുടെ മാർക്ക് 6 തെറ്റായി രേഖപ്പെടുത്തിയാണ് ശരാശരി കണ്ടെത്തിയത്. എങ്കിൽ യഥാർത്ഥ ശരാശരി എത്ര? നമുക്കിവിടെ യഥാർത്ഥ ശരാശരി കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, ടൈപ്പ് 9 നമ്മൾ തുടങ്ങി. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി മാർക്ക് 18 തന്നിട്ടുണ്ട്. 40 കുട്ടികളുടെ ശരാശരി മാർക്ക് 18 തന്നിട്ടുണ്ടല്ലേ? അതിൽ 46 മാർക്കുള്ള ഒരു കുട്ടിയുടെ മാർക്ക് 6 തെറ്റായാണ് രേഖപ്പെടുത്തിയത്. അതായത് 46 എഴുതുന്നതിന് പകരം 6 എഴുതിയത്.
എങ്കിൽ യഥാർത്ഥ ശരാശരി എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എടാ ഇതിനായിട്ട് നമുക്കൊരു എളുപ്പ വഴി നമ്മൾ അല്ലാതെ ചെയ്യുകയാണെങ്കിൽ തുകയൊക്കെ കണ്ടുപിടിച്ച് ഇച്ചിരി സമയം പിടിക്കും. അതിനേക്കാൾ ഒരു നല്ലൊരു എളുപ്പ വഴിയുണ്ട് ചെയ്യാനായിട്ട്. എന്താണെന്ന് വിചാരിച്ചാൽ ആദ്യം നമ്മുടെ പഴയ ശരാശരി ഉണ്ടല്ലോ, അതായത് നമ്മൾ തെറ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ശരാശരി എത്രയാ 18 അല്ലേ, ആ 18 നമ്മളങ്ങ് എഴുതി വയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് നോക്കി, 46 രേഖപ്പെടുത്തുന്നതിന് പകരം 6 എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് 46 പകരം 6 എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കുറവല്ലേടെ എഴുതി വെച്ചത്, 46 പകരം 6 എഴുതിയത്, സ്വാഭാവികമായിട്ടും അവിടെ കുറവാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ കുറവാണെങ്കിൽ ശരാശരിക്ക് ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക, ശരാശരിയോടൊപ്പം ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ കൂടുതലായിരുന്നെങ്കിലോ, 46 പകരം 96 എന്നാണ് എഴുതിയിരുന്നെങ്കിൽ ഇവിടെ കൂടുതലായിരിക്കും, അപ്പോൾ ശരാശരിയുടെ അവിടെ മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ മൈനസ് ആണെങ്കിൽ ശരാശരിയോട് പ്ലസ് ഇട്ട് കൊടുക്കുക, ഇവിടെ പ്ലസ് ആണെങ്കിൽ ശരാശരിക്ക് ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ 46 പകരം 6 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഇവിടെ മൈനസ് ആണ്, ഇവിടെ കുറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ശരാശരിയോടൊപ്പം ഒരു പ്ലസ് ഇട്ട് കൊടുത്തു. ഇനി ശരാശരിയോടൊപ്പം എന്താണ് കൂട്ടേണ്ടതെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല, ഈ 46ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം കൊടുക്കുക. 46ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 40 ആണെന്ന് നമുക്കറിയാം. ആ 40നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ആകെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ 40 കുട്ടികളല്ലേ, 40നെ 40 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഈ 1 പഴയ ശരാശരിയോടൊപ്പം കൂട്ടേണ്ടത്. കൂട്ടുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 19. നമ്മുടെ ഉത്തരം 19. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ ആദ്യം പഴയ ശരാശരിയായ 18 നമ്മളെടുത്ത് എഴുതുന്നു. നോക്കി, ആദ്യം ഞാൻ ഒന്നുകൂടെ ചെയ്തു നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം പഴയ ശരാശരിയായ 18 എടുത്തെഴുതുകയാണ്. 18 എടുത്തെഴുതി. ഇതിൽ 46 മാർക്കുള്ള ഒരു കുട്ടിയുടെ മാർക്ക് 6 എന്ന് തെറ്റായിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് 46 പകരം 6 എന്ന് എഴുതിയിരിക്കുന്നു. അതായത് ഇവിടെ 46 പകരം 6 എന്ന് പറഞ്ഞാൽ 46 കുറവല്ലേ 6? അപ്പോൾ ഇവിടെ കുറച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ കുറവാണെങ്കിൽ ശരാശരിക്ക് എന്തിട്ട് കൊടുക്കുക? പ്ലസ് ഇട്ട് കൊടുക്കുക. ഇനി ശരാശരി അല്ലെങ്കിൽ പഴയ ശരാശരിക്ക് ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക. അവിടെ എന്താണ് കൂട്ടേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം ഇവർ തമ്മിലുള്ള വ്യത്യാസം കൊടുക്കുക. 46 6 തമ്മിലുള്ള വ്യത്യാസം 40 ആണ്. ആ 40 ഡിവൈഡഡ് ബൈ ആകെ എണ്ണം, ആകെ കുട്ടികളുടെ എണ്ണം ഇവിടെ എത്രയാണ്? 40. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 40 നമുക്ക് എത്രയാണ് കിട്ടും? 1. ഈ 1 നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പഴയ ശരാശരിയോടൊപ്പം കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം 19 എന്ന് കിട്ടുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചോദ്യം, 1-2 ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലപോലെ ക്ലിയർ ആവേ. അപ്പോൾ നമ്മുടെ ടൈപ്പ് 9 രണ്ടാമത്തെ ചോദ്യം നോക്കി. ഒരു ക്ലാസ്സിലെ 12 കുട്ടികളുടെ ശരാശരി ഭാരം 62 കിലോഗ്രാം ആണ്. 80 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടിയുടെ ഭാരം 44 കിലോഗ്രാം എന്ന് തെറ്റായി രേഖപ്പെടുത്തിയാണ് ശരാശരി കണ്ടത്. എങ്കിൽ യഥാർത്ഥ ശരാശരി എന്ത്? നേരത്തെ പോലെ 12 കുട്ടികളുടെ ശരാശരി ഭാരം നമുക്ക് 62 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. 62 കിലോഗ്രാം. ഇതിലെ 80 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടിയുടെ ഭാരം 44 എന്ന് തെറ്റായിട്ട് രേഖപ്പെടുത്തി. അതായത് 80 എഴുതുന്നതിന് പകരം 44 കിലോഗ്രാം എന്ന് എഴുതിയാണ് ശരാശരി കണ്ടത്. എങ്കിൽ യഥാർത്ഥ ശരാശരി കണ്ടുപിടിക്കാൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? പഴയ ശരാശരി എടുത്ത് എഴുതുക. ഇവിടുത്തെ പഴയ ശരാശരി 62 കിലോഗ്രാം അല്ലേ, ആ 62 നമ്മളെടുത്ത് എഴുതുന്നു. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? 80 പകരം 44 എഴുതിയിരിക്കുന്നത്. അത് കുറവാണോ? 80 കുറവല്ലേ 44? അപ്പോൾ ഇവിടെ കുറവല്ലേ? നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ കുറവാണോ കൂടുതലാണോ നോക്കേണ്ടതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ 80 കുറവായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറവാണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ട് മൈനസ് അല്ലേ. ഇവിടെ കുറവാണെങ്കിൽ ശരാശരിക്ക് കൊടുക്കേണ്ട ചിഹ്നം ഏതാ? ശരാശരിയോടൊപ്പം കൊടുക്കേണ്ട ചിഹ്നം പ്ലസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 62 ഒരു പ്ലസ് എഴുതി വയ്ക്കുന്നു. ഇനി പഴയ ശരാശരിയോടൊപ്പം എന്താ കൂട്ടേണ്ടത്? ഇവർ തമ്മിലുള്ള വ്യത്യാസം കൊടുക്കുക. 80 44 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 44 54 64 74 6 80. വ്യത്യാസം 36. ഈ വ്യത്യാസത്തിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ആകെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 36നെ 12 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 12 24 36. 3 12 36 നമുക്ക് 3 എന്ന് കിട്ടും. ഈ കിട്ടുന്ന 3നെയാണ് നമ്മൾ എവിടെ കൂട്ടേണ്ടത്? പഴയ ശരാശരിയായ 62 കൂട്ടേണ്ടത്. 62 + 3 എത്ര നമുക്ക് ഉത്തരം കിട്ടും? 65 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഒന്നുകൂടെ ചെയ്തു തരാം. നമുക്ക് തന്നിട്ടുണ്ട് 12 കുട്ടികളുടെ ശരാശരി ഭാരം 62 തന്നിട്ടുണ്ട്. അതിൽ 80 കിലോഗ്രാം എന്ന് രേഖപ്പെടുന്നതിന് പകരം എത്രയെന്നാണ് രേഖപ്പെടുത്തിയത്? 44 എന്നാണ് രേഖപ്പെടുത്തിയത്. യഥാർത്ഥ ശരാശരി കാണാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആദ്യം നമ്മുടെ പഴയ ശരാശരിയായ 62 എടുത്ത് എഴുതുന്നു. ഇനി നമ്മൾ നോക്കണം, 80 പകരം 44 എന്ന് രേഖപ്പെടുത്തിയേ. അപ്പോൾ ഇവിടെ കുറവല്ലേ രേഖപ്പെടുത്തിയേ? കുറവാണെങ്കിൽ ഒരു മൈനസ് ആണ് ഇവിടെ വരുന്നത്. അതായത് കുറവാണെങ്കിൽ മൈനസ് ആണെങ്കിൽ നമ്മുടെ പഴയ ശരാശരിയോടൊപ്പം എന്താ കൊടുക്കേണ്ടത്? ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക. ഇനി എന്താണ് ഇവിടെ കൂട്ടേണ്ടത്? ആദ്യം ഇവർ തമ്മിലുള്ള വ്യത്യാസം 80 44 തമ്മിലുള്ള വ്യത്യാസം 36 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ആകെ എണ്ണം ഇവിടെ കുട്ടികളുടെ എണ്ണം 12 ആണ്. ഈക്വൽ ടു നമുക്ക് 3 എന്ന് കിട്ടുന്നു. ഈ 3നെ നമ്മൾ ഇവിടെ കൂട്ടുന്നു. പഴയ ശരാശരിയായി 62 കൂട്ടുന്നു. ഉത്തരം 65 എന്ന് കിട്ടുന്നു. ഓക്കെ അല്ലേ? നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കിയടാ. ഒരു ഗ്രൂപ്പിലെ 8 ആളുകളുടെ ശരാശരി ഭാരം 37 കിലോഗ്രാം. എന്നാൽ ഒരാളുടെ ഭാരം 31 കിലോഗ്രാം എന്നതിന് പകരം 63 കിലോഗ്രാം എന്ന് തെറ്റായി രേഖപ്പെടുത്തിയാണ് ശരാശരി കണ്ടത്. എങ്കിൽ യഥാർത്ഥ ശരാശരി എന്ത്?
അപ്പോൾ നോക്കി, ഇവിടെ 8 പേരുടെ ശരാശരി ഭാരം 37 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ ഭാരം 31 എന്നതിന് പകരം 63 എന്ന് തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിൽ യഥാർത്ഥ ശരാശരി എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, പഴയ ശരാശരി എടുത്ത് എഴുതുക. അപ്പോൾ 8 ആളുകളുടെ ശരാശരി ഭാരം 37 തന്നിട്ടുണ്ട്. നമ്മുടെ പഴയ ശരാശരിയായ 37 നമ്മളെടുത്ത് എഴുതുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, ഇവിടെ ഇതിനേക്കാളും ഇത് കുറവാണോ കൂടുതലാണോ നോക്കുക. ഇവിടെ 31 കൂടുതലല്ലേ ഇവിടെ 63 പറയുന്നത്. അപ്പോൾ ഇവിടെ കൂടുകയാണ് ചെയ്തത്. ഇവിടെ കൂടുകയാണെങ്കിൽ ശരാശരിക്ക് എന്താ കൊടുക്കേണ്ടത്, ശരാശരിയോടൊപ്പം മൈനസ് കൊടുക്കുക. ഇത് ഒരിക്കലും തെറ്റിപ്പോരുത്. ഇവിടെ കൂടുതലാണ്, അതായത് ഇവിടെ നോക്കുമ്പോൾ കൂടുതലാണെങ്കിൽ ശരാശരിക്ക് മൈനസ് കൊടുക്കുക. ഇതിനേക്കാളും കുറവാണ് ഇവിടെയെങ്കിൽ ശരാശരിക്ക് പ്ലസ് കൊടുക്കുക. ഇവിടെ 31 63 എന്താണ്, കൂടുതലാണ്. അപ്പോൾ തെറ്റായിട്ട് രേഖപ്പെടുത്തിയപ്പോൾ കൂടുതലാണ് രേഖപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ശരാശരിക്ക് ഒരു മൈനസ് കൊടുക്കുക. ഇവിടെ കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും ശരാശരി കുറവായിരിക്കും, ഇവിടെ കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ശരാശരി കൂടുതലായിരിക്കും. ഓക്കെ, അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്താ, ഇവർ തമ്മിലുള്ള വ്യത്യാസം കാണുക. 31 63 തമ്മിലുള്ള വ്യത്യാസം എത്ര, 41 51 61 2 63 32 കഴിഞ്ഞോ, ഇല്ല. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ആകെ ആളുകളുടെ എണ്ണം ഇവിടെ 8 അല്ലേ, 32നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 4 8 32. ഈ 4നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ 37 നിന്നും കുറയ്ക്കേണ്ടത്. 37 4 കുറച്ചാൽ നമ്മുടെ ഉത്തരം എത്ര എന്ന് കിട്ടും, 33 എന്ന് കിട്ടും. 33 കിലോഗ്രാം. ഓക്കെ അല്ലേ, ഞാൻ ഒന്നുകൂടെ ചെയ്യാം, ഒന്നുകൂടെ പറഞ്ഞുതരാം, ഒന്നുകൂടെ പറയുമ്പോൾ ക്ലിയർ ആവുമേ. നോക്കി, ഇവിടെ തന്നിട്ടുണ്ട് 8 പേരുടെ ശരാശരി ഭാരം 37 കിലോഗ്രാം. ഓക്കെ, അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരാളുടെ ഭാരം 31 രേഖപ്പെടുത്തുന്നതിന് പകരം 63 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ശരാശരി ചോദിച്ചാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പഴയ ശരാശരി എടുത്ത് എഴുതുക. പഴയ ശരാശരി 37 അല്ലേ, 37 നമ്മൾ എടുത്ത് എഴുതുന്നു. അതിനുശേഷം ഇവിടെ 31 രേഖപ്പെടുത്തുന്നതിന് പകരം 63 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ ഇവിടെ എന്താണ്, കൂടുതലാണ്. ഇവിടെ കൂടുതലാണെങ്കിൽ ശരാശരിയോടൊപ്പം ഏത് ചിഹ്നമാണ് നമ്മൾ കൊടുക്കേണ്ടത്, മൈനസ് കൊടുക്കുക. ഇവിടെ കുറവാണെങ്കിൽ ശരാശരിയോടൊപ്പം പ്ലസ് ചിഹ്നം കൊടുക്കുക. ഓക്കെ അല്ലേ, നമ്മൾ മൈനസ് ചിഹ്നം കൊടുക്കുന്നു. ഇനി എന്താ കുറയ്ക്കേണ്ടത്, എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം കൊടുക്കുക. ആദ്യം 31 63 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 41 51 61 32. ആ വ്യത്യാസത്തിന് എത്ര കൊണ്ട് ഹരിക്കേണ്ടേ, തന്നിരിക്കുന്ന ആകെ എണ്ണമായ 8 കൊണ്ട് ഹരിക്കുന്നു. 32നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 4 8 32. ഈ 4ആണ് നമ്മൾ എവിടെ കുറയ്ക്കേണ്ടത്, പഴയ ശരാശരിയായ 37 നിന്നും 4 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും, ഉത്തരം 33 കിലോഗ്രാം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ശരാശരിയുടെ രണ്ടാമത്തെ ടോപ്പിക്ക് വീഡിയോ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങൾ നോക്കുന്നുള്ളൂ. നമ്മൾ ഇന്ന് ഏകദേശം ഒരു 6 ടൈപ്പ് ചോദ്യങ്ങൾ പഠിച്ചു. ഇനി നമ്മളൊരു 2 പാർട്ടും കൂടെ ഉണ്ട് ശരാശരി എന്ന ടോപ്പിക്കിൽ. അതുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ ഓക്കെ, ബൈ. നന്നായിട്ട് പഠിക്കുക എല്ലാവരും.